ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 15 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെണ്ണ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പൊടിയും വെണ്ണയും നന്നായിട്ടൊന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റൗവിൽ വെക്കാം. ഈ സമയം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്ത് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടായിട്ടുള്ള ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. തിളച്ചതായി ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വരട്ടെ. എന്നിട്ട് നമ്മൾ ആദ്യം സെറ്റാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി ഇത് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ബട്ടർസ്കോച്ച് സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കാം കേട്ടോ. ഇത് കുറച്ച് സമയം വരും കാരമലൈസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാവധാനം കാരമലൈസ് ചെയ്യുക, പഞ്ചസാര കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പഞ്ചസാരയൊക്കെ മെൽറ്റായി ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ലെയർ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബട്ടർസ്കോച്ചിൻ്റെ സോസും കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ പെരുന്നാളിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്